ടൂറിസത്തിലൂടെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ ഒരുങ്ങുകയാണ് കിഴക്കിന്റെ വെനീസായ ആലപ്പുഴ. വിശാലമായ അറബിക്കടലും അതിലേക്കൊഴുകുന്ന ചെറുനദികളുമുള്ള നാട്. അതിഥികളെ സ്വാഗതം ചെയ്ത് കായലുകളിൽ നിറയെ ഹൗസ് ബോട്ടുകൾ. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ് ആലപ്പുഴ. ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ വൈസ്രോയിയായിരുന്ന ലോർഡ് കഴ്സൺ ആലപ്പുഴ സന്ദർശിച്ചു. അതിരുകളില്ലാത്ത ആലപ്പുഴയുടെ പ്രകൃതി ഭംഗി അദ്ദേഹത്തെ ഏറെ ആകർഷിച്ചു. പ്രകൃതി തന്റെ സകല സൗന്ദര്യവും ചൊരിഞ്ഞനുഗ്രഹിച്ച ആലപ്പുഴയ്ക്ക് അദ്ദേഹം കിഴക്കിന്റെ വെനീസ് എന്ന വിളിപ്പേരുമിട്ടു. ടൂറിസം ഭൂപടത്തിലും ആലപ്പുഴയെ അങ്ങനെ രേഖപ്പെടുത്തി. തുറമുഖം, കടൽപ്പാലം, റോഡുകൾ, തോടുകൾ, ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലങ്ങൾ, ഇടമുറിയാത്ത നീണ്ട കടൽ തീരം, ഇവയെല്ലാമായിരിക്കാം ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിളിക്കാൻ അദ്ദേഹത്തിന് പ്രചോദനമേകിയത്. പ്രതിവർഷം 5 ലക്ഷത്തോളം വിനോദസഞ്ചാരികൾ ആലപ്പുഴയിൽ എത്തുന്നുവെന്നാണ് കണക്ക്. വിദേശികളടക്കമുള്ള ഇവരിലധികവും വേമ്പനാട് കായലിൽ ഹൗസ് ബോട്ട് യാത്രയും നടത്തിയേ മടങ്ങാറുള്ളൂ. ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന കിഴക്കിന്റെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്ന കുട്ടനാട് ഏറെ പ്രകൃതി രമണീയവും. മനം നിറയ്ക്കാൻ പൈതൃക പദ്ധതി മ്യൂസിയങ്ങളില്ലെന്ന കുറവ് പരിഹരിക്കാനായി പൈതൃക പദ്ധതിയുടെ ഭാഗമായി 21 മ്യൂസിയങ്ങളാണ് ആലപ്പുഴയിൽ ഒരുങ്ങുന്നത്. ജലഗതാഗത വകുപ്പ് നീറ്റിലിറക്കിയ പാസഞ്ചർ കം ടൂറിസം ബോട്ട് സീ കുട്ടനാട് സഞ്ചാരികളുടെ മനം കവരുന്നതാണ്. പ്രകൃതി സൗന്ദര്യവും കാലാവസ്ഥയും ജൈവ വൈവിധ്യവുമാണ് ആലപ്പുഴയുടെ പ്രധാന ടൂറിസം സാധ്യത. ഹൗസ് ബോട്ടുകളിൽ കായലിലൂടെയുള്ള സഞ്ചാരം കേരളത്തിലെത്തുന്ന വിദേശികൾക്ക് പ്രിയപ്പെട്ടതാണ്. കുട്ടനാട്, കുമരകം അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹൗസ് ബോട്ടിലൂടെ കായൽ കാഴ്ച കാണാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലും. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എല്ലാ ആൾക്കാർക്കും ഇപ്പം നിലവിലുള്ള ഹൗസ് ബോട്ട് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും ഗൈഡന്മാരാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ലൈസൻസ് കൊടുത്തുകൊണ്ട് എന്നിട്ട് ഇവർ വള്ളം പിടിച്ചു കെട്ടട്ടെ. ലൈസൻസ് ഇല്ലാതെ കണ്ട് ഇവർ പിടിച്ചു കെട്ടിക്കൊണ്ട് ഹരാസ് ചെയ്യുകയാണ് ഞങ്ങളെ. അപ്പോൾ ഇവത്തിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് വരണം. ആലപ്പുഴ എന്ന് പറയുന്നത് ഇപ്പോൾ ആലപ്പുഴയുടെ ഈ പാലങ്ങളൊക്കെ മാറിപ്പോൾ ഇവിടെ വൻ വികസനമാണ് വരാൻ പോണത്. ആ വികസന പാതയിൽ ഫിനിഷിംഗ് പോയിന്റ് തൊട്ട് പുന്നമട വരെ, അതുപോലെ തന്നെ ചുങ്കംപള്ളാത്തുരുത്തി, പള്ളാത്തുരുത്തി, ഇവിടെ എല്ലാം നമ്മൾ മാറ്റങ്ങളുണ്ടാകുന്നത് ഇതിനകത്ത് നിന്ന് ഈ കെട്ടുന്ന സ്ഥലങ്ങളിൽ നിന്നല്ല, സർക്കാരിൻ്റെ സ്ഥലത്തു നിന്ന് വള്ളങ്ങളിൽ നിന്ന് ഒരു ചെറിയ തുക മേടിച്ചെടുക്കുക. നമ്മുടെ MLAയും കളക്ടറുമായിട്ട് ഇരുന്ന് അത് തീരുമാനമായതാണ്. അപ്പോൾ അതിനൊരു ഏജൻസിനെ നിയമിക്കുകയും അവരിൽ നിന്ന് ഫണ്ട് മേടിച്ചാൽ ഓരോ വള്ളക്കാരത്ത് ഒരു നിശ്ചിത തുക വെച്ച് മേടിച്ചുകൊണ്ട് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാലും യൂറിൻ പാസ് ചെയ്യാനുള്ള സ്ഥലം പോലും ഫിനിഷിംഗ് പോയിന്റിലില്ല. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണത്. കൊറോണയ്ക്കും പ്രളയത്തിനും ശേഷം കായൽ ടൂറിസം സജീവമായതോടെ ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ വർധനവാണുള്ളത്. സഞ്ചാരികളെ ആകർഷിക്കാൻ DTPC ഉൾപ്പെടെ പ്രത്യേക ടൂർ പാക്കേജുകളും പ്രഖ്യാപിക്കാറുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ റോഡുകളെല്ലാം തന്നെ നന്നായിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ മേഖലയായിട്ട് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് ഫിനിഷിംഗ് പോയിൻ്റാണ്. ആ ഫിനിഷിംഗ് പോയിൻ്റ് സ്ഥലത്ത് ഒരു വരുന്ന ഗസ്റ്റിന് നല്ല രീതിയിൽ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു സൗകര്യം പോലും അവിടെ ഇല്ല. വേസ്റ്റ് നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാൽ മാത്രമേ ഈ വരുന്ന ഗസ്റ്റുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു മനസ്സിനൊരു കുളിർമയായിട്ട് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. അവരുടെ ഒരു ഒപ്പീനിയനാണ് ഈ വ്യവസായത്തിൻ്റെ ഒരു വളർച്ച. ആ വളർച്ചയെ ഇനിയും വേണ്ടപ്പെട്ട അധികാരികൾ ശ്രദ്ധിച്ചു അത് നല്ല രീതിയിൽ പരിപോഷിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. സഞ്ചാരികളുടെ മനം നിറയ്ക്കുന്നതാണ് ആലപ്പുഴ ബീച്ചിലെ കാഴ്ചകൾ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കടൽപ്പാലവും ലൈറ്റ് ഹൗസും കാണാനായി ആയിരങ്ങളാണ് ബീച്ചിലേക്ക് ഒഴുകിയെത്തുന്നത്. ബീച്ചിനോട് ചേർന്നുള്ള വിളക്കുമാടത്തിൽ കയറിയാൽ കടലിന്റെ സൗന്ദര്യവും ആസ്വദിക്കാം. ആലപ്പുഴ നഗരത്തിൽ നിന്ന് 4 കിലോമീറ്റർ മാറിയാണ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. സന്ദർശകരെ കാത്ത് നിരവധി റിസോർട്ടുകളും ഹോം സ്റ്റേകളും ഇവിടെയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പാലമുള്ള നഗരമാണ് ആലപ്പുഴ. ഒരു ബൈപ്പാസ് റോഡിന്റെ സിംഹഭാഗവും പാലമുള്ള കേരളത്തിലെ ഏക ജില്ലയും ആലപ്പുഴ തന്നെ. ആലപ്പുഴയിലൂടെ സഞ്ചരിച്ചാൽ ഒരു പാലം കടന്നാൽ ഉടൻ തന്നെ മറ്റൊരു പാലമെത്തും. അത്രമേൽ നഗരത്തിന്റെ ഹൃദയധമനികളാണ് പാലങ്ങൾ.
10,000-കണക്കിന് വിദേശ സഞ്ചാരികളെ ഉൾപ്പെടെ ആലപ്പുഴയിലേക്ക് ആകർഷിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി ജലോത്സവം. സാധാരണ ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ചയാണ് വള്ളംകളി നടക്കുന്നത്. എന്നാൽ കോവിഡും പ്രളയവും മൂലം 2 വർഷം വള്ളംകളി നടന്നില്ല. ആലപ്പുഴയിലെ ടൂറിസത്തിന്റെ മുഖച്ഛായ മാറ്റുന്നതിൽ ഈ ജലോത്സവത്തിനുള്ള പങ്ക് ചെറുതല്ല. വള്ളംകളിയിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ സർക്കാരിന്റെയും വിനോദസഞ്ചാര വകുപ്പിന്റെയും DTPCയുടെയും നടപടികൾ ഫലം കണ്ടു. 10,000-കണക്കിന് ടിക്കറ്റുകളാണ് ഓൺലൈനിലൂടെ ഉൾപ്പെടെ ഇത്തവണ വിറ്റുപോയത്. മത്സരം കാണുവാനായി ആഴ്ചകൾക്ക് മുൻപ് തന്നെ വിനോദസഞ്ചാരികൾ എത്തിയിരുന്നു. കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്ന ഈ ചെറു പട്ടണത്തിന്റെ ടൂറിസം വികസന സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. യാത്രാ വാണിജ്യ ആവശ്യങ്ങൾക്കായി രൂപപ്പെടുത്തിയെടുത്ത കനാലുകളുടെ നവീകരണ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തീകരിച്ചുകൊണ്ട് കനാലുകൾ ഉല്ലാസയാത്രയ്ക്കുള്ള ഇടമായി മാറ്റണം. കനാലിനും പരിസ്ഥിതിക്കും ഇണങ്ങും വിധത്തിൽ കനാൽ കരകൾ മോടി പിടിപ്പിച്ച് കച്ചവട കേന്ദ്രങ്ങളാക്കുന്നതിനെക്കുറിച്ചും ആലോചിക്കണം. ഈ കനാലുകൾ മാത്രം നമുക്ക് ടൂറിസ്റ്റുകൾക്ക് അവർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കാം. ആലപ്പുഴ പട്ടണത്തിലെ യാത്രാ തിരക്ക് കുറയ്ക്കാൻ വേണ്ടി യാത്രാഗതാഗതത്തിന് വിനിയോഗിക്കാം. ഇത്തരത്തിൽ വിനിയോഗിക്കാൻ വേണ്ടി ഈ കനാൽ തന്നെ വിനിയോഗിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസം മേഖല പ്രധാനപ്പെട്ട വിഷയമാണ് അപകട മരണങ്ങൾ. നമ്മുടെ ടൂറിസം സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ഒന്നാണ് മാറിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഘടകം എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നതെന്ന് പറയുന്നത് നമ്മുടെ കടൽയാനങ്ങൾ ഇതിനുവേണ്ടി വിനിയോഗിക്കുന്നുള്ളതാണ്. അപകടങ്ങൾ പരിശോധിക്കപ്പെടുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കടൽയാനങ്ങൾ ഹൗസ് ബോട്ടുകളായി മാറ്റപ്പെട്ടതിൻ്റെ ഭാഗമാണ്. നല്ല പരിശോധന ഉണ്ടാകണം. കടൽയാനങ്ങൾ കായലിൽ നിരുത്സാഹപ്പെടുത്തണം. അതിനുവേണ്ടി ശക്തമായ ഇടപെടൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ടൂറിസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കാരണവശാലും ഭയമില്ലാതെ സഞ്ചരിക്കാൻ കഴിയണം, ആസ്വദിക്കാൻ കഴിയണം. നഷ്ടപ്രതാപത്തിലേക്ക് തിരികെ എത്താൻ കുതിക്കുന്ന ആലപ്പുഴയ്ക്ക് ഇനി വേണ്ടത് അധികൃതരുടെ അവസരോചിതമായ ഇടപെടലുകൾ മാത്രമാണ്.